ഇന്ന് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ കാണുന്ന വെബ് സീരീസിൻ്റെ പേര് ദ ചോസൻ എന്ന ഈശോയെക്കുറിച്ചുള്ള വെബ് സീരീസാണ്. അതിൽ മാത്യു എന്ന ക്യാരക്ടർ ഡെപ്പിക്റ്റ് ചെയ്യുന്നത് വളരെ ഡിഫറെൻ്റ് ആയിട്ടാണ്. ആസ്പെർഗസ് സിൻഡ്രോം ഉള്ളൊരു മനുഷ്യനായിട്ടാണ്. നമുക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ പറഞ്ഞ് ഓട്ടിസം ഉള്ള ഒരാളായിട്ട്. ഓട്ടിസത്തിൻ്റെ പ്രത്യേകത നമുക്കറിയാം, ഒരു കമ്മ്യൂണിക്കേഷനിൽ കുറച്ച് പിറകോട്ടായിരിക്കും, പക്ഷേ ചില മേഖലകളിൽ ഒരു എക്സെപ്ഷനലി ഗുഡ് ആയിരിക്കും. മാത്യു ഇതിൻ്റെ അകത്ത് കണക്ക് കൂട്ടാനൊക്കെ ഭയങ്കര ഫാസ്റ്റാണ്, പക്ഷേ മറ്റുള്ളവരായിട്ട് ബന്ധപ്പെടുന്ന കാര്യത്തിൽ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കാര്യത്തിൽ മാത്യു ഒത്തിരി പുറകോട്ടാണ്. ഡെങ്കിൻസ് ഇതിൻ്റെ ഡയറക്ടർ പറയുന്നത് ബോധൂറാണ് ഇങ്ങനെ മാത്യുവിനെ ഡെപ്പിക്റ്റ് ചെയ്തിട്ടുള്ളത്. അദ്ദേഹം പറയുന്നു, ഇറ്റ് മെ നോട്ട് ബി ഫാക്ച്വൽ ബട്ട് ഇറ്റ് ഈസ് പോസിബിൾ. സാധ്യതയുണ്ട് മാത്യുവിന് ഇങ്ങനെയാകാം. ഒരു കലാകാരൻ്റെ, ഒരു ആർട്ടിസ്റ്റിൻ്റെ ചിന്തയിൽ അങ്ങനെയാണ് കാണുന്നത്. കാരണം ഈശോ വിളിച്ചിട്ടുള്ളത് സമൂഹം നോർമലായിട്ട് കണ്ട ആൾക്കാരെ അല്ല, സമൂഹം മാറ്റി നിർത്തിയ ആൾക്കാരെയാണ്. അപ്പോൾ മാത്യുവിൻ്റെ വിളി നമ്മെ പഠിപ്പിക്കുന്നത് എന്താ? ഈശോയുടെ മേശയിലേക്ക് എല്ലാ മനുഷ്യർക്കും സ്വാഗതമുണ്ട്. പ്രത്യേകിച്ച് സമൂഹം മാറ്റി നിർത്തിയവർ, സമൂഹം നോർമൽ എന്ന് കാണാത്ത ആൾക്കാർക്കൊക്കെ ഈശോയുടെ മേശയിൽ സ്ഥാനമുണ്ട്. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, ഞാൻ വന്നിട്ടുള്ളത് പാപികളെ വിളിക്കാനാണ്. രോഗികൾക്കും പാപികൾക്കുമാണ് വൈദ്യനെ കൊണ്ട് ആവശ്യമെന്ന് പറയുമ്പോൾ ഈ ചിത്രം നമുക്ക് ക്ലിയറായിട്ട് മനസ്സിലാവും. നമ്മൾ ഓർക്കേണ്ടത് ഇങ്ങനെയാണ്, ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും ഈശോയുടെ മടിയിൽ സ്ഥലമുണ്ട്. കാരണം ഈശോയെപ്പോലെ റിജക്റ്റ് ചെയ്യപ്പെട്ട, ഈശോയെപ്പോലെ മാറ്റി നിർത്തപ്പെട്ട, പീഡനങ്ങൾ അനുഭവിച്ച വേറെ ആരുമില്ല. അപ്പോൾ പീഡനങ്ങൾ അനുഭവിക്കുന്ന, ഡിസ്ലൊക്കേറ്റ് ചെയ്യപ്പെട്ട എല്ലാ മനുഷ്യർക്കും ഈശോയുടെ മടിയിൽ സന്തോഷവും സമാധാനം കണ്ടെത്താൻ പറ്റും. ഇതാണ് നമ്മുടെ പ്രത്യാശ.